നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആറാട്ടുപുഴ പൂരത്തിന് ഒരുക്കങ്ങളായി. തേവർ പന്തലുകൾക്ക് കാൽനാട്ടി. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. കുരുവിലശ്ശേരിയിൽ വീട് തല്ലിപ്പൊളിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ. അഷ്ടമിച്ചിറ കുരിശിങ്കൽ വീട്ടിൽ ജിൻസൺ, പുല്ലൂർ അമ്പലനട സ്വദേശി കാരക്കാട്ട് വീട്ടിൽ അനൂപ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും രാവിലെ കാൽനാട്ടി. ക്ഷേത്രം മേൽശാന്തി കൊറ്റംവെള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, K രാജീവ് മേനോൻ, പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ഭക്തജനങ്ങൾ, ദേശക്കാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത്. പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, KK വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുരുവിലശ്ശേരിയിൽ വീട് തല്ലിപ്പൊളിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ. അഷ്ടമിച്ചിറ കുരിശിങ്കൽ വീട്ടിൽ ജിൻസൺ, പുല്ലൂർ അമ്പലനട കാരക്കാട്ട് വീട്ടിൽ അനൂപ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുവിലശ്ശേരി കോട്ടവാതിൽ സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട് തല്ലിപ്പൊളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ജിൻസന്റെ അച്ഛൻ വീട്ടിലിരുന്ന് മദ്യപിച്ച് ബഹളം വയ്ക്കുന്നത് അയൽവാസിയും സ്ത്രീയുടെ ഭർത്താവുമായ സുജാതൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ ജിൻസനും അനൂപും ചേർന്ന മാർച്ച് 6-ന് ഉച്ചയ്ക്ക് കുരുവിലശ്ശേരി കോട്ടവാതിലുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സുജാതനെ ആക്രമിക്കുമെന്ന് ഭയപ്പെടുത്തുകയും വീടിന്റെ വാതിലുകൾ തല്ലിപ്പൊളിച്ച സംഭവത്തിലുമാണ് അറസ്റ്റ് ചെയ്തത്. കോടതി ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. ജിൻസന് മാള പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും ഓരോ അടിപിടി കേസുമടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബാഷി, ASIമാരായ നജീബ്, നിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ്, ജിബിൻ, അനൂപ്, ഷറഫുദ്ദീൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. CPI മേത്തല ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ആനപ്പുഴ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന് കാലിടറി വീഴുന്നുണ്ട് എന്നതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്യപൂർവപൂർവമായ ജനകീയ മുന്നേറ്റങ്ങൾ ലോകത്തിലാകമാനം ഇടത് പുരോഗമന ശക്തികൾക്ക് വന്നു ചേരുന്നൊരു കാലം കൂടിയാണ്. നിങ്ങൾ നേരത്തെ കയ്യിൽ അഭിമാനത്തോടു കൂടി പിടിച്ച ചെമ്പതാക ലോകത്തിലെ 31 രാജ്യങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൊടിയടയാളമാണ്. ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന ശ്രീലങ്ക ഒരു കാലഘട്ടത്തിൽ ആഭ്യന്തരമായ യുദ്ധങ്ങളും സംഘർഷങ്ങളിലൂടെയും ലോക മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന കൂട്ടക്കുരുതികളുടെയും നാടായിരുന്നു ശ്രീലങ്ക. LTT തീവ്രവാദികൾ, വേലുപ്പിള്ള പ്രഭാകരൻ തുടങ്ങിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അഴിഞ്ഞാടിയ നാടായിരുന്നു ശ്രീലങ്ക. അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷനായി. KG ശിവാനന്ദൻ, VR സുനിൽകുമാർ MLA, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, PA ജോൺസൺ, PP രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. കീഴ്ത്തലിയിൽ നിന്ന് റെഡ് വാളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് സർവ്വദേശീയ വനിതാ ദിനം ആഘോഷിച്ചു. ആളൂർ പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. AK സലീന അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അൽഫോൺസ ആന്റണി മുതിർന്ന വനിതകളുടെ സാമൂഹ്യ പ്രശ്നങ്ങളും സീനിയർ സിറ്റിസൺ ആക്ട് നൽകുന്ന പരിരക്ഷയും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ആളൂർ യൂണിറ്റ് വനിതാവേദി കൺവീനർ EV രമണി, PP പുഷ്പാങ്കദൻ, MR രേണുക, AN മല്ലിക, PS സേതുമാധവൻ എന്നിവർ സംസാരിച്ചു.
ചാലക്കുടി പ്രസ് ഫോറം വനിതാ ദിനാചരണവും വനിതാ അംഗങ്ങൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ PB നിഷ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഭാരവാഹികളും വനിതകളായ പ്രസ് ഫോറത്തിലെ അംഗങ്ങളെ ആദരിച്ചു. മുൻ പ്രസിഡന്റ് KN വേണു അധ്യക്ഷത വഹിച്ചു. സ്ഥാപക പ്രസിഡന്റ് ലാലു മേനോൻ ചാലക്കുടി, മുൻ പ്രസിഡന്റ് ഷാലി മുരിങ്ങൂർ, കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, പ്രസിഡന്റ് ഭരിത പ്രതാപ്, രക്ഷാധികാരി NR സരിത, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ്, ജോയിന്റ് സെക്രട്ടറി ജിസ്ന ജോൺസൺ, OA അരുൺ ബാബു, KB ബിനേഷ്, ജിനു മേച്ചേരി, ആഷിൻ പോൾ, ലിക്സൺ വർഗീസ്, ബിബിൻ വേലായുധൻ, സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, ജനിൽ പരിയാരം, MS സദാനന്ദൻ, ബാബു അതിരപ്പള്ളി, റൂബിൻ ലാൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴ പൂരത്തിന് ഒരുക്കങ്ങളായി. തേവർ പന്തലുകൾക്ക് കാൽനാട്ടി. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. കുരുവിലശ്ശേരിയിൽ വീട് തല്ലിപ്പൊളിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ. അഷ്ടമിച്ചിറ കുരിശിങ്കൽ വീട്ടിൽ ജിൻസൺ, പുല്ലൂർ അമ്പലനട സ്വദേശി കാരക്കാട്ട് വീട്ടിൽ അനൂപ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.